Okay, next theorem, let E1, E2 be closed subspace of a Banach space X with E1 intersection E2 is equal to singleton set 0 and E1 plus E2 is equal to X. Then the projection P, projection ഓർമ്മയുണ്ടല്ലോ നേരത്തെ ഡീറ്റെയിൽ ആയിട്ട് എല്ലാം പഠിച്ചാണ് സെയിം നമ്മുടെ പ്രൊജക്ഷൻ P ഫ്രം X to E1 പാരലൽ ടു E2. അതിൻ്റെ അർത്ഥം എന്താ? ദാറ്റ് ഈസ് കേർണൽ ഓഫ് P is equal to E2 അല്ലേ? ഈസ് എൻ ഓപ്പറേറ്റർ, ഈസ് എ ബൗണ്ടഡ് ഓപ്പറേറ്റർ, ഈസ് എ ബൗണ്ടഡ് ഓപ്പറേറ്റർ. അപ്പോൾ ആ പി എന്ന് പറയുന്നത് ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന പി ബൗണ്ടഡ് ആണ് എന്ന് തെളിയിക്കണം. ഇതാണ് നമ്മൾ തെളിയിക്കേണ്ട കാര്യം. ഇൻ അതർ വേർഡ്സ് വേറൊരു രീതിയിലും കൂടെ പറയാം. ദർ എക്സിസ്റ്റ് സി ഗ്രേറ്റർ ദാൻ 0 സച്ച് ദാറ്റ് സി നോം x1 plus x2 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു മാക്സിമം ഓഫ് ഇത് ഫോർ എവറി xi ബിലോങ്സ് ടു ei. രണ്ട് ഇ ഉള്ളപ്പോൾ x1 ബിലോങ്സ് ടു E1 ആൻഡ് x2 ബിലോങ്സ് ടു E2. ഓക്കെ, ഇതാണ് നമുക്ക് തെളിയിക്കേണ്ടത്. അപ്പോൾ ഫസ്റ്റത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഒരു പ്രൊജക്ഷൻ ബൗണ്ടഡ് ആണ് തെളിയിക്കണം. രണ്ടാമത് ഈ ഒരു കണ്ടീഷൻസ് ശരിയാണോ എന്നും കൂടെ ചെക്ക് ചെയ്യണം. ഓക്കെ, പ്രൂഫിലേക്ക് പോവാം. അപ്പം നമ്മളിവിടെ ഒരു സീക്വൻസ് കൺസിഡർ ചെയ്യുന്നുണ്ട്. ഇത് സാധാ സീക്വൻസ് ആണ്. ഒരു സീക്വൻസ് എക്സ് എന്ന് പറയുന്ന സീക്വൻസ് കൺസിഡർ ചെയ്യുന്നുണ്ട്. എക്സ് ഇസ് ഈക്വൽ ടു x1 n പ്ലസ് x2 n എന്നാണെന്ന് വിചാരിക്കാം. വേർ ഈ എക്സിലുള്ളൊരു സീക്വൻസ് ആണ്. ഈച്ച് xi ബിലോങ്സ് ടു ei എന്ന് തന്നിട്ടുണ്ട്. സപ്പോസ് ഈ എക്സ് എൻ പറയുന്ന സീക്വൻസ് കൺവേർജസ് ടു എക്സ് ആണെന്ന് വിചാരിക്കാം. ആൻഡ് പി എക്സ് എൻ ഇസ് ഈക്വൽ ടു x1 n ആണെന്നും വിചാരിക്കുക. കാര്യം എന്താ? ഇതാ പി ഫ്രം എക്സ് ടു E1 ആണേ. അപ്പോൾ പി ഓഫ് എക്സ് എൻ, ഈ എക്സിന് അപ്പോൾ ക്യാപിറ്റൽ എക്സിലുള്ളത്. അപ്പോൾ ഇത് ഈ പി ഓഫ് എക്സ് എൻ അപ്പോൾ എവിടെ ഉണ്ടാവുക? E1 അതുകൊണ്ടാണ് x1 എടുത്തത്. ഇനി ഇത് നെക്സ്റ്റ് സെന്റൻസാ. ഈ x1 എന്ന് പറയുന്ന സീക്വൻസ് ഈസ് കൺവേർജസ് ടു x1. ഓക്കെ, ഇനി നമ്മളൊരു ക്ലെയിം കൊടുക്കുന്നുണ്ട്. ഈ x2n ഈസ് എ സീക്വൻസ്, ഇറ്റ് ഈസ് കൺവെർജന്റ്. ഇതാണ് ക്ലെയിം. ഓക്കെ, അപ്പോൾ എവരി കോഷി സീക്വൻസ് ഈസ് കൺവെർജന്റ് നമുക്കറിയാം. അതുകൊണ്ട് ഇറ്റ് ഈസ് ഇനഫ് ടു പ്രൂവ് ദാറ്റ് x2n ഈസ് എ കോഷി സീക്വൻസ്. അപ്പോൾ അതാണ് നമ്മൾ തെളിയിക്കാൻ പോകുന്നത്. അപ്പോൾ നെക്സ്റ്റ് സ്റ്റെപ്പിൽ കോഷി സീക്വൻസിന്റെ ഡെഫിനിഷൻ നമുക്ക് എല്ലാവർക്കും അറിയാം. ആ സെയിം ഡെഫിനിഷൻ ഒന്ന് പ്രൂവ് ചെയ്യാൻ പോവാണ്. നോം ഓഫ് x2n മൈനസ് x2m ദാറ്റ് ഈസ് ഈക്വൽ ഇങ്ങനെ എഴുതിയിട്ടുണ്ട്. അതായത് ഇവിടെ x1n ആഡ് ചെയ്തു, സബ്സ്ട്രാക്ട് ചെയ്തു, x1m ആഡ് ചെയ്തു, സബ്സ്ട്രാക്ട് ചെയ്തു. അപ്പോൾ ഇതിനൊരു മാറ്റം വരുന്നില്ലല്ലോ. സെയിം കാര്യത്തിൻ്റെ കൂടെ വേറെ രണ്ട് കാര്യങ്ങൾ ആഡ് ചെയ്തു, സബ്സ്ട്രാക്ട് ചെയ്തു, നീട്ടി എഴുതി. ഇനി താഴെ ഈ കാണുന്നതിന് ഒന്ന് മാറ്റി എഴുതിയിട്ടുണ്ട്. x1n x2n ഒരുമിച്ച്, x2m x1m ഒരുമിച്ച്, ബാക്കിയുള്ളതിനെ മാറ്റി എഴുതിയിട്ടുണ്ട്. ഇനി ഇവിടെ നോക്ക്, ഈ x1 പ്ലസ് x2 എന്ന് പറഞ്ഞാൽ അതാ x1 പ്ലസ് x2 എന്ന് പറഞ്ഞാൽ അത് x അല്ലേ? അതുകൊണ്ട് ഈ x1 x2n കൂടെ xn ആയി. മൈനസ് ഇവിടെ ഉണ്ട്. x2m x1m കൂടെ xm ആയി. പ്ലസ് ഈ രണ്ടെണ്ണം സെയിം അതേപോലെ എടുത്തെഴുതി. ഓക്കെ, ഇനി നോം സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആവൂലേ? അതാണ് ഇവിടെ നോം സ്പ്ലിറ്റ് ചെയ്ത് കൊടുത്തപ്പോൾ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആയി. പക്ഷേ ഇതാ xn xm രണ്ടും xn അല്ലേ? അപ്പോൾ m കൺവേർട്ട് ചെയ്യുമ്പോൾ ഇത് 0 പോവുക. ഇനി ഇവിടെ x1 x1 ഇതും രണ്ടും എന്താ കൺവേർട്ട് ചെയ്യുമ്പോൾ 0 m ഇൻഫിനിറ്റിയോട് പോകുമ്പോൾ ഇത് രണ്ടും സെയിം ആയതുകൊണ്ട് കൺവേർജസ് ടു 0 ആണ്. അപ്പോൾ അത് നമുക്ക് ഓൾറെഡി അറിയാവുന്ന കാര്യമാണ്. എക്സ് ക്യാപിറ്റൽ എക്സിലും ഇത് E1 അപ്പം നമുക്കിത് അറിയാവുന്നതുകൊണ്ട് എന്താ ഇത് രണ്ടും കൂടെ ടെൻസ് ടു 0 പോയി. അപ്പം നമുക്ക് ഈ ഓവറോൾ കാര്യങ്ങൾ ടെൻസ് ടു 0 എസ് എൻ എം ടെൻസ് ടു ഇൻഫിനിറ്റി അല്ലേ? അപ്പോൾ തുടങ്ങിയത് ഇവിടുന്ന് x2n മൈനസ് x2m കൺവേർജസ് ടു 0 എത്തി. അപ്പോൾ ഈ x2ന്റെ കാര്യം മാത്രമായിരുന്നു ഇത് തെളിയിക്കേണ്ടത്. അപ്പോൾ x2n ഈസ് എ കോഷി സീക്വൻസ് തെളിയിച്ചു. അതുകൊണ്ട് തന്നെ പോരാത്തതിന് നമ്മുടെ ക്യാപിറ്റൽ എക്സ് എന്താണ്? കംപ്ലീറ്റ് സ്പേസ് ആണ്. പിന്നെ ഇത് കോഷി സീക്വൻസ് ആണ് തെളിയിക്കുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ ഈ x2n ഈസ് കൺവെർജന്റ്. അപ്പോൾ നമ്മുടെ ഫസ്റ്റത്തെ ക്ലെയിം തെളിയിച്ചു. ഇനി നോക്കൂ, കൺവെർജന്റ് ആണ് നമ്മൾ പറഞ്ഞു. കൺവെർജന്റ് ആണെങ്കിൽ എന്തായാലും ഒരു ലിമിറ്റ് ഉണ്ടാവും അല്ലേ? അപ്പോൾ നമ്മൾ അസ്യൂം ചെയ്യാണ് ഈ സീക്വൻസ് x2n ഈസ് കൺവെർജസ് ടു x2 എന്ന് നമ്മൾ അസ്യൂം ചെയ്യും. ഇനി നോക്ക്, നമ്മളൊരു ക്ലെയിം കൊടുക്കുകയാണ്. ക്യാപിറ്റൽ എക്സ് ഇസ് ഈക്വൽ ടു x1 പ്ലസ് x2 നമ്മൾ ക്ലെയിം കൊടുക്കുകയാണ്. ആണോ ചെക്ക് ചെയ്യാം. ആ ക്ലെയിമിൻ്റെ പ്രൂഫാണ്.
xn minus x1 plus x2 normal to that is equal to x1n plus x2n. ഈ xnനെ സ്പ്ലിറ്റ് ചെയ്തിട്ട് x1n plus x2n എഴുതി മൈനസ് ഈ x1 മൈനസ് ഈ x2 ഒക്കെ നിരത്തി എഴുതി. ഇനി x1nനെയും x1നെയും ഒരുമിച്ച് എഴുതി, x2nനെയും x2നെയും ഒരുമിച്ച് എഴുതി. പക്ഷേ ഇവിടെ നോം ഒരുമിച്ചായിരുന്നു, നോം സ്പ്ലിറ്റ് ആയതുകൊണ്ട് ലെസ് ദാൻ ഓർ ഈക്വൽ ടു കൊടുത്തു. ഇനി x1n കൺവേർജസ് ടു x1 ആണെന്ന് അറിയാം, അതുകൊണ്ട് ദിസ് ഈസ് ഈക്വൽ ടു 0 ആവും as n tends to infinity. അതേപോലെ x2n കൺവേർജസ് ടു x2 എന്നാണെന്ന് അറിയാം, അതുകൊണ്ട് ഇതും ടെൻസ് ടു 0 ആവും. അപ്പം രണ്ടും കൂടെ 0 + 0 0 ആയി, ടെൻസ് ടു 0 as n tends to infinity. അതിൻ്റെ അർത്ഥം എന്താ? ഈ xn കൺവേർജസ് ടു x1 plus x2 എന്നല്ലേ? പക്ഷേ xn കൺവേർജസ് ടു x നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ദാറ്റ് x is equal to x1 plus x2 എന്ന് കിട്ടി. അതായത് x is equal to x1 plus x2 എന്ന് കിട്ടി. ഓക്കെ, ഇനി അതിൻ്റെ ബാക്കി ഇവിടെ നോക്ക്. സിൻസ് E1 and E2 are closed, we get that നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യമാണ്, x1 belongs to E1 and x2 belongs to E2, p of x is equal to x1. Since domain of p is equal to capital X, അത് നമുക്കറിയാം അല്ലേ? px എന്നുള്ളതിൽ സ്മോൾ x is belongs to capital X, അല്ലെങ്കിൽ ഇങ്ങനെ പറഞ്ഞാലും മതി. കാര്യം small x, we can write small x is equal to the sum of x1 plus x2, and this x1 is belongs to E1 and x2 belongs to E2. Also E1 plus E2 is equal to capital X. Therefore these small x is belongs to capital X. Therefore domain of p is equal to capital X. Okay, അങ്ങനെയാണ് ഇത് കിട്ടുന്നത്. Then we get a closed by using the closed graph theorem നമുക്കറിയാം p is bounded അല്ലേ? അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയി. ഇപ്പോൾ പി ബൗണ്ടഡ് ആണെന്ന് നമുക്ക് അവിടെ നിന്ന് കിട്ടും. ക്ലോസ്ഡ് ഗ്രാഫ് തിയറത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് വേണമെങ്കിൽ നിങ്ങൾക്ക് അവിടെ നിന്ന് മെൻഷൻ ചെയ്യാം കേട്ടോ. ഇനി ബൗണ്ടഡ് ആണെങ്കിൽ ഇവിടെ വരെയാണ് നമുക്ക് ശരിക്കും ഒരു പ്രൂഫ് ഉള്ളത്. ഇനി അതിൻ്റെ ബാക്കി ബൗണ്ടഡ് ആണെങ്കിൽ ദർ എക്സിസ്റ്റ് എ നമ്പർ ഗ്രേറ്റർ ദാൻ 0 സച്ച് ദാറ്റ് ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യും. നമുക്ക് ബൗണ്ടഡ് ഫംഗ്ഷൻ്റെ ഡെഫിനേഷനാണത് അല്ലേ? നോം പി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എന്നുള്ളത് ദിസ് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു m ഇൻറ്റു നോം എക്സ്. അപ്പം നമുക്ക് ഈ എക്സ് ഇസ് ഈക്വൽ ടു x1 plus x2 ആയതുകൊണ്ട് ഇതിന് ഈ രീതിയിലോട്ടൊന്ന് മാറ്റി എഴുതിയിട്ടുണ്ട്. ഇനി പി ഒരു പ്രൊജക്ഷൻ ആയതുകൊണ്ട് തന്നെ നമ്മൾ പഠിച്ചിട്ടുണ്ട് q is equal to i minus p എന്നുള്ളത്, അതായത് i minus p കൂടാതെ പാരലൽ ടു E1 എന്നുള്ളത്. വി ഗെറ്റ് ദാറ്റ് q is bounded. അപ്പോൾ ഇതിൽ തന്നെ i ബൗണ്ടഡ് ആണ്, p ബൗണ്ടഡ് ആണ്. അപ്പോൾ i minus p is bounded, therefore q is bounded. ഇനി q ബൗണ്ടഡ് ആണെങ്കിൽ നേരത്തെ ഇവിടെ പറഞ്ഞ പോലെ there exists an m1. ഇവിടെ m എടുത്തുകൊണ്ട് ഇവിടെ m1 എടുത്തു. m1 greater than 0 such that the same sentence ഇവിടെ q-നും കൂടെ സാറ്റിസ്ഫൈ ചെയ്യും. ഓക്കെ, ഇനി നമ്മളൊരു സീനെ ചൂസ് ചെയ്യാണ്. c is equal to maximum of m1, m2. അപ്പോൾ m1ൻ്റെ പ്രോപ്പർട്ടീസ് ഒക്കെ സാറ്റിസ്ഫൈ ചെയ്യും, m2ൻ്റെ പ്രോപ്പർട്ടീസും സാറ്റിസ്ഫൈ ചെയ്യും c എന്ന് പറയുന്നത്. Therefore we can write norm x1 less than or equal to c into norm of ഇത് and norm x2 less than or equal to c into norm of ഇത്. m1ഉം m2 ഉണ്ടായിരുന്ന സ്ഥലത്ത് c കൊടുത്തു, അത്രയേ ഉള്ളൂ. അപ്പോൾ നമുക്ക് മാക്സിമം ഓഫ് ഇതിലേതെടുത്താലും x1ഉം x2 എടുത്താലും ദാറ്റ് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു c ഇൻറ്റു നോം ഓഫ് x1 plus x2 എന്ന് കിട്ടും. ഓക്കെ, ഇത്രയായിരുന്നില്ലേ പ്രൂഫ്?